വർഷം 2003 തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ഒരു സിനിമ. ഇത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള വേറൊരു സിനിമ ഉണ്ടാവില്ല. അതെ, ഞാൻ പറയുന്നത് CID മൂസനെ പറ്റിയാണ്. അങ്ങനെ 2013 CID മൂസന്റെ റീമേക്ക് കന്നഡയിൽ അതേപോലെ ഇറക്കിയപ്പോൾ നമുക്ക് കിട്ടിയ സിനിമയാണ് CID ഈശ. CID മൂസയിൽ ദിലീപേട്ടന് ഒരു സ്റ്റൈലിഷ് ഇൻട്രോ ഉണ്ട്. കുറച്ചു നേരം ചുറ്റുമുള്ള വില്ലന്മാരെയൊക്കെ നോക്കി നല്ല സ്റ്റൈലായിട്ട് വെടിവെച്ച് വീഴ്ത്തുന്ന കാഴ്ചയാണ് ആദ്യം തന്നെ കാണുന്നത്. ഇനി അത് CID ഈശയിലോട്ട് വരുമ്പോൾ നമ്മുടെ നായകന്റെ ഇൻട്രോ കുറച്ചുകൂടി മാസായിട്ടാണ്. പുള്ളി നമ്മുടെ കൊത്തരാജുവിനെ പോലെ AC ഇട്ട കാറിൽ സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് പിന്നെ ചാടി 360 ഡിഗ്രി കറങ്ങിയിട്ടാണ് വില്ലന്മാരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നത്. CID മൂസ സിനിമയിൽ പട്ടിന് ഉമ്മ വെക്കുന്ന ഒരു സീനുണ്ട്. ഇനി അത് കന്നഡ മൂസയിലോട്ട് വരുമ്പോൾ പുള്ളി കുറച്ചുകൂടി വികാരഭരിതനായിട്ടാണ് അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. തൊരപ്പം കൊച്ചുണ്ണി ദിലീപേട്ടന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. ഇനി അത് കന്നഡ മൂസയിലോട്ട് വരുമ്പോൾ ലോജിക്കലി ഇത് എങ്ങനെ നടക്കുന്ന ആർക്കും അറിയില്ല. ഇനി CID മൂസ സിനിമയിൽ ദിലീപേട്ടൻ വാങ്ങിയ പുത്തൻ പുതിയ ഷൂവിൽ കല്ല് കൊടുക്കുന്ന ഒരു സീനുണ്ട്. പിന്നെ ആദ്യമായിട്ട് നായകനെ കാണുന്ന ഒരു സീനുണ്ട്. ഇനി അത് കന്നഡ മൂസയിലോട്ട് വരുമ്പോൾ കല്ല് കുടുങ്ങിയ സീൻ അഭിനയിക്കാൻ പറയുമ്പോൾ പുള്ളി നൊണ്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് നായകനെ കാണുന്ന ആ ഒരു സീനുണ്ട്. അത് കുറച്ചുകൂടി വികാരഭരിതനായിട്ടാണ് പുള്ളി ബിഹേവ് ചെയ്യുന്നത്. ഇനി തൊരപ്പൻ കൊച്ചുണ്ണിയുടെ ലോക്കപ്പിലെ ഒരു സീനുണ്ട്. ഈ പോലീസുകാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാൽ ഈ അയ്യൊന്ന് പിടിച്ചേ ഞാൻ ഇനി കന്നഡ മൂസയിലോട്ട് വരുമ്പോൾ നമ്മുടെ തൊരപ്പൻ കൊച്ചുണ്ണി മാജിക് ഒക്കെ കാണിച്ചിട്ടാണ് ലോക്കപ്പ് തുറക്കുന്നത്. തൊരപ്പൻ കൊച്ചുണ്ണി 12ാമത്തെ നിലയിൽ നിന്ന് ചാടുന്ന ഒരു സീനുണ്ട്. കുറച്ചുകൂടി VFXും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ അവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഇനി അത് കന്നഡ മൂസയിലോട്ട് വരുമ്പോൾ ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് ചാടുന്ന സീൻ കുറച്ചുകൂടി കോമഡി ആയി തോന്നിയത്. ദിലീപേട്ടനും ജഗതി ചേട്ടനും പാടെയുള്ള SI ടെസ്റ്റുള്ള കോമഡി ഭയങ്കര രസമായിരുന്നു. നെഞ്ചളവ് 90-95. അങ്ങനെ പിന്നെ ദിലീപേട്ടൻ എണ്ണയിട്ട പോസ്റ്റിൽ കയറുന്ന ഒരു സീനുണ്ട്. അങ്ങനെ പിന്നെ CID ഈശയിലോട്ട് വരുമ്പോൾ ഈ സീൻ കാണുമ്പോൾ അവിടെ കോമഡി അല്ല വേറെ എന്തോ ആയിട്ടാണ് അവിടെ തോന്നിയത്. അതിനുശേഷം പിന്നെ പുള്ളി കഴിവ് തെളിയിക്കാനായിട്ട് നേരെ പോലീസുകാരെ അടിച്ചിടുന്ന സീനാണ് വരുന്നത്. CID മൂസ സിനിമയിൽ ഗൺ എടുക്കുന്ന സീൻ വരുമ്പോൾ ദിലീപേട്ടൻ വെറുതെ ചുമ്മാ നോക്കി നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ CID ഈശ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അവിടെ കുറച്ചുകൂടി ഓവറായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. CMന്റെ കാറിൽ ബോംബ് വെച്ച് അത് പൊട്ടിത്തെറിക്കുമ്പോഴുള്ള സീനൊക്കെ CID മൂസയിൽ നല്ല രസമായിരുന്നു. എന്താ എനിക്ക് പറയാനുള്ളത്? ഇത് പറയാനാ സാർ ഞാൻ വന്നു. ഇനി അത് CID ഈശയിലോട്ട് വരുമ്പോൾ അണ്ണൻ അവിടെയും ഓവറാക്കിയിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ ദിലീപേട്ടന്റെ പ്രകടനമൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ CID മൂസയിൽ.
ഇനി അത് സി ഐ ഡി ഈശയിലോട്ട് വരുമ്പോൾ പുള്ളിന്റെ സ്റ്റൈലിൽ അത് ഓവറാക്കിയിട്ടുണ്ട്. देखो क्या कर रहा है हमको उल्लू समझा क्या हो